കയ്യിൽ ബ്രഷും മുന്നിൽ ക്യാൻവാസുമായി പ്രമുഖ ചലച്ചിത്ര താരം മിനോൻ ജോൺ കൊല്ലത്ത് ചിത്രകലയിൽ ശില്പശാല നടത്തി. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ മീറ്റ് ദി ക്രിയേറ്റർ 2024 ദേശീയ ഡിസൈൻ ഫെസ്റ്റിവൽ ക്യാമ്പിലായിരുന്നു ചിത്രകാരനായ മിനോൻ നിറം പകർന്ന് വരമൊഴികളെ കഥാപാത്രങ്ങളാക്കിയത്. നമ്മുടെ മീറ്റ് ദി ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ മറ്റൊരു കാഴ്ച കൂടി ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് നടക്കുകയാണ്. ഈ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൻ്റെ അതാളായി എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബാലതാരവും പിന്നെ ദേശീയ താരമൊക്കെയായി നിരവധി പുരസ്കാരങ്ങൾ നേടിയ നമ്മുടെ ബിഗ് സ്ക്രീനിലെ വെള്ളിത്തിരയിലെ മിന്നും താരം, പുതിയ തലമുറയുടെ ആവേശം കൂടിയായിട്ടുള്ള നമ്മുടെ മിനനാണ്. മിനൻ, ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളത്? ഈ ചിത്രരചന അത് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, കല പഠിപ്പിക്കുക എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് വേറൊരു രൂപമാണല്ലോ ഇത്. ഓക്കെ, ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ ലൈവായിട്ടുള്ളത് ഈ ഏരിയയിലാണ്. സിനിമകൾ ചെയ്യുന്നുണ്ട്, സിനിമയിലും പ്രസൻ്റ് ആണെങ്കിലും സിനിമയില്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പരിപാടി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊരു പുതിയ പരിപാടി ചെയ്യുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് വരയ്ക്കുന്ന കാണുക, വരയ്ക്കുന്നവരുടെ കൂടെ നിൽക്കുക. അല്പം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മുകേഷ് അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു, ഒരു കലാകാരൻ്റെ പ്രസക്തിയെക്കുറിച്ചൊരു കഥയൊക്കെ പറഞ്ഞു. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റാത്ത സ്ഥലത്ത് ഇന്ദിരാഗാന്ധിയെ കാണാൻ പറ്റാത്ത അക്കാലത്ത് ഒരു ചിത്രകാരൻ വന്ന് ആ ചിത്രം വരച്ചു കൊടുത്തപ്പോൾ ആ ചിത്രകാരനെ അകത്തേക്ക് വിളിപ്പിച്ചു. മറ്റാർക്കും പ്രവേശനമില്ലായിരുന്നു. അത്രമാത്രം ടാലൻ്റാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത്. ഈ സിനിമ ആ ആർട്ടാണോ ഏറ്റവും ഇഷ്ടം, ഈ ആർട്ടാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ രണ്ടും ചെയ്യണേ. പക്ഷെ ഇവിടെ ഈ താടി വെച്ചപ്പോഴേക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പഴയ രൂപത്തിൽ. എനിക്ക് താടി വന്നിട്ടില്ല ട്രോളാവും. ഇതിപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇത് എങ്ങനെയുണ്ട്? ഇവർ എത്രമാത്രം അവരൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ എത്രമാത്രം നമ്മുടെ ഈ ഒരു ജഡ്ജ്മെൻ്റൽ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ എപ്പോഴുള്ളൊരു ജഡ്ജ്മെൻ്റൽ സ്വഭാവം, അത് എങ്ങനെ ഇല്ലാതാക്കി എടുക്കാമെന്നാണ് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെത്രത്തോളം അടിപൊളിയാണെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ബോക്സ്ഡാണ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത്. നമ്മൾ തിങ്കിങ് പ്രോസസ്സിൽ നമ്മളൊരു സബ്ജക്റ്റിനെ സമീപിക്കുമ്പോൾ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതിനെയൊക്കെ ഒന്ന് എന്താ പറയുക, പരമാവധി കുറച്ച് കാര്യങ്ങളെങ്കിലും അൺലൈൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സിനിമ പ്രോജക്റ്റ്? സിനിമ ഒരു കഥ ഇപ്പോൾ കേട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. മിക്കപ്പോഴും ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഒരു പടം വരുന്നുണ്ട്. കുറേ സിനിമകളായില്ലേ? 32 പടത്തോളമായിട്ടുണ്ട്. കണ്ടാൽ പറയില്ല കേട്ടോ, എന്ത് എളിമയാണ്. ഒരു നടൻ്റെ ഒരു അഹങ്കാരവും ഇല്ല, ഭാവവും ഇല്ല, ഒന്നും. എല്ലാ നടന്മാരും അഹങ്കാരമോ അതിനി ട്രോളായി പോകും. അതല്ല ഞാൻ പറഞ്ഞ, അങ്ങനൊന്നുമില്ല. ഒരു അഹംഭാവം ഇല്ലാതെ വളരെ എളിമയോടുകൂടി നിന്ന് ഇവിടെ ഇന്ന് ഈ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകനായി കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിനെന്താ പറയണത് എനിക്കറിയില്ല. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ ഒരു ചിത്രരചന എന്ന് പറയുന്നതിൻ്റെ ഒരു രസക്കൂട്ടുണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അതിൻ്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ബാലപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ വരയ്ക്കണം, കളേഴ്സ്, അങ്ങനത്തെ പല ഭാവങ്ങളെക്കുറിച്ച് നേരത്തെ ഞാൻ പറയുന്നത് കേട്ടോ, ഓരോരുത്തരുടെ മുഖത്തെ എക്സ്പ്രഷൻസ്, ഇതെങ്ങനെ കൊണ്ടുവരാം, ഇതൊക്കെയാണ് നമ്മുടെ മിനൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.